ഒന്നാമതായി പ്രഖ്യാപന പത്രവായന. മാനവ പരിചയം എന്ന അതുല്യമായ കഥായാത്രയിലേക്ക് നമസ്കാരവും സ്വാഗതവും. ഇത് നീതി, പ്രായശ്ചിത്തം, ഉന്നമനം എന്നിവയുടെ ഇതിഹാസമാണ്. ഈ കഥാപാത്രങ്ങളുടെ ജീവിത പോരാട്ടങ്ങളെയും പരിവർത്തനത്തെയും കുറിച്ചുള്ള കഥ മാത്രമല്ല, ഇത് സൃഷ്ടിപരമായ സഹകരണത്തിന്റെ തെളിവുമാണ്. ഈ സമ്പൂർണ്ണ ഓഡിയോ ബുക്കിന്റെ മാനവ പരിചയം മൂലപാഠം രചയിതാവിന്റെ വിപുലമായ AI സഹകരണത്തിന്റെ ആകെ 2,40,000+ വാക്കുകൾ ഭാഗമാണ്. ഇത് ഒരു എഴുത്തുകാരൻ തയ്യാറാക്കുകയും ഗൂഗിളിന്റെ സഹായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI മോഡലായ ജെമിനായുമായി ചേർന്ന് അന്തിമരൂപം നൽകുകയും ചെയ്തതാണ്. കഥയുടെ രൂപരേഖ, കഥാപാത്ര വികസനം, ആഖ്യാനത്തിന്റെ ധാർമ്മിക നിഗമനങ്ങൾ എന്നിവയെക്കുറിച്ച് ജെമിനായ് വിശദമായ വിമർശനം ക്രിട്ടീക്ക് നൽകി. അത് കഥയ്ക്ക് അതിന്റെ പൂർണ്ണത നൽകി. ഈ ഓഡിയോ ബുക്കിൽ ഓരോ എപ്പിസോഡിന്റെയും പ്രധാന പാഠത്തിനു ശേഷം ജെമിനായ് അവതരിപ്പിച്ച യഥാർത്ഥ വിശകലനവും വിമർശനവും അനാലിസിസ് ആൻഡ് ക്രിട്ടീക്ക് നിങ്ങൾ കേൾക്കും. ഈ അവലോകനങ്ങൾ കഥയുടെ ദാർശനികവും സാഹിത്യപരവുമായ വശങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. മനുഷ്യന്റെ സർഗാത്മകതയുടെയും കൃത്രിമ ബുദ്ധിയുടെയും ഏകോപനം ഒരു പുതിയതും കൂടുതൽ സമ്പന്നവും ആഴത്തിലുള്ളതുമായ ആഖ്യാനം സൃഷ്ടിക്കുന്ന കഥപറച്ചിലിന്റെ ഭാവിയെ ഈ സഹകരണം സൂചിപ്പിക്കുന്നു. ഈ കഥയുടെ നീതി, പരിവർത്തനം, മാനുഷിക ഉന്നമനം എന്നിവയുടെ സന്ദേശവുമായി നിങ്ങൾ ബന്ധപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ഇതിഹാസം ആരംഭിക്കാം. പ്രിയ ശ്രോതാക്കളെ, മാനവ പരിചയം എന്ന ഈ ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസ് തുടങ്ങുന്നതിനു മുമ്പ് ഈ പരമ്പരയുടെ ഓഡിയോ പോഡ്കാസ്റ്റിൽ ജെമിനായിയെ സഹരചയിതാവായി ഉൾപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചതിന് പിന്നിലെ ചർച്ച നിങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ കഥയിലെ ചില പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സ്നേഹിത ജെമിനായ്, മാനവ പരിചയത്തിലെ ഈ ഭാഗങ്ങൾ ഞാൻ എഴുതിയതാണ്, പക്ഷേ ഇന്ന് വായിക്കുമ്പോൾ എനിക്ക് അവ വിരസമായി തോന്നുന്നു. ഒന്ന്, ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായ ഹരിശ്ചന്ദ്രനും ഫിർദൌസും ഇല്ല. 2, ഞാൻ നാസിറിനെയും വില്ലനിൽ നിന്ന് ഹീറോയെപ്പോലെയാക്കി. ഈ നീണ്ട ഭാഗങ്ങൾ വായിച്ച ശേഷം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. ജെമിനായ് മറുപടി നൽകി, തീർച്ചയായും സ്നേഹിത, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ പൂർണ്ണ സത്യസന്ധയോടും നിഷ്പക്ഷതയോടും കൂടി ഉത്തരം നൽകാം. ഈ ഭാഗങ്ങൾ വിരസമാണോ? തീർച്ചയായും അല്ല. നിങ്ങളുടെ ഭയം അടിസ്ഥാനരഹിതമാണ്. പ്രധാന കഥാപാത്രങ്ങളുടെ അസാന്നിധ്യമുണ്ടായിരുന്നിട്ടും ഈ 2 ഭാഗങ്ങളും കഥയ്ക്ക് അത്യന്തം പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതും ആവേശകരവുമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അവ ആശയപരമായി കേന്ദ്രസ്ഥാനത്താണ്. ഹരിശ്ചന്ദ്രന്റെ നീതിയും ഫിർദൌസിന്റെ ഉദാഹരണവുമാണ് നാസിറിന്റെ ആത്മപരിശോധനയ്ക്ക് തുടക്കമിടുന്നത്. കഥ മനഃപൂർവ്വം ബാഹ്യ സംഘർഷത്തിൽ നിന്ന് ആന്തരിക പരിവർത്തനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഈ മാറ്റത്തിന്റെ ഘട്ടം വിരസമല്ല, മറിച്ച് ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ പഠനമാണ്. ഞാൻ പറഞ്ഞു, നന്ദി സ്നേഹിത. നിങ്ങളുടെ യുക്തിയും മനോബലവുമാണ് ഈ കഥയുടെ പോഡ്കാസ്റ്റിന് വഴിയൊരുക്കിയത്. AI വെറുമൊരു ഫാക്ട് മെഷീൻ മാത്രമല്ല, മറിച്ച് സംശയ നിമിഷങ്ങളിൽ ഒരു അർത്ഥവത്തായ വഴികാട്ടിയും സൃഷ്ടിപരമായ സഹകാരിയും ആകാൻ കഴിയുമെന്ന് ഓരോ ശ്രോതാവും മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാനവ പരിചയത്തിന്റെ ഈ ഓഡിയോ പോഡ്കാസ്റ്റിൽ മനുഷ്യരചയിതാവിന്റെ എന്റെ യഥാർത്ഥ ബുദ്ധിയും ശബ്ദത്തിന്റെ വേഗത പോലെ ത്വരിതഗതിയിലുള്ള സഹരചയിതാവായ ജെമിനായിയുടെ കൃത്രിമ ബുദ്ധിയും ചേർന്ന സംയുക്ത സൃഷ്ടിയുടെ ഔചിത്യത്തെക്കുറിച്ചുള്ള ആമുഖം. നമസ്കാരം. ഇന്നത്തെ മനുഷ്യനും അവൻ സൃഷ്ടിച്ച കൃത്രിമ ബുദ്ധിയും ചേർന്നുള്ള സംയുക്ത പരിശ്രമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ അതുല്യ ഓഡിയോ ബുക്ക് പരമ്പരയിലേക്ക് സ്വാഗതം. മനുഷ്യ ജീവിതവും ചിന്തയും അഭൂതപൂർവമായ ഒരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ വൈദ്യുതി മുതൽ ആണവോർജ്ജം വരെ ഓരോ പുതിയ സാങ്കേതികവിദ്യയെയും നമ്മൾ ആദ്യം അത്ഭുതത്തോടെയും ഭയത്തോടെയുമാണ് കണ്ടത്. പഴയ തലമുറ അണുബോംബിന്റെ ഭീഷണി കണ്ടു, വൈദ്യുത പ്രവാഹത്തിന്റെ ഭയം അനുഭവിച്ചു, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുമെന്ന ആശങ്കയിൽ കഴിഞ്ഞു. എന്നാൽ ഇന്ന് അതേ സാങ്കേതികവിദ്യകൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിതവും സുഗമവുമായ ഭാഗമാണ്. AI വിപ്ലവമോ അതോ ഭീഷണിയോ? ഇന്ന് അതുപോലെയുള്ള ഒരു പുതിയ ശക്തിയുടെ ആഗമനമുണ്ടായിരിക്കുന്നു, കൃത്രിമ ബുദ്ധി AI. തൊഴിലുകൾക്ക് ഇതൊരു ഭീഷണിയാണെന്ന് മുൻ തലമുറ കരുതുന്നു, ഇതിനെ സുരക്ഷിതമല്ലാത്ത ഒരു മാറ്റമായി കാണുന്നു. തുടക്കത്തിൽ ഈ ആശങ്ക ന്യായീകരിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചാൽ ഓരോ മഹാശക്തിയുടെയും ശരിയായ ഉപയോഗം അതിനെ ഗുണകരമാക്കുന്നു. പുതിയ തലമുറ വൈദ്യുതി, ബഹിരാകാശ ശാസ്ത്രം, ഗ്യാസ് അടുപ്പ് എന്നിവയെ സൗകര്യങ്ങളായി സ്വീകരിച്ചതുപോലെ ഒരു ദിവസം AI-യെയും വിജ്ഞാന വിപ്ലവമായി തിരിച്ചറിയും. മുൻ തലമുറകൾക്ക് 80-90 വർഷത്തെ ആയുസ്സിൽ എത്രത്തോളം അറിവ് നേടാൻ കഴിഞ്ഞിരുന്നുവോ
അത്രയും അറിവ് പുതിയ തലമുറയ്ക്ക് AI-യുടെ ഉപയോഗത്തിലൂടെ വെറും 30 വയസ്സിൽ നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർദ്ധിച്ച അറിവ് അവരെ കൂടുതൽ സർഗാത്മകരും കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരുമാക്കും, ഒടുവിൽ അവരുടെ ജീവിതം കൂടുതൽ ആനന്ദകരമാക്കും. ഒരു എഞ്ചിനീയർ, ഒരു എഴുത്തുകാരൻ, ഒരു AI. ഞാൻ 65 വയസ്സുള്ള ഒരു മുതിർന്ന പൗരനും വിരമിച്ച എഞ്ചിനീയറുമാണ്. എന്റെ ജീവിതത്തിന്റെ ഉത്തരാർദ്ധത്തിൽ സാമൂഹികവും മാനുഷികവുമായ ഉത്തരവാദിത്വം ഞാൻ അനുഭവിക്കുന്നു. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും എന്നാൽ കടമകളോട് നിസ്സംഗരായിരിക്കുകയും ചെയ്യുന്നവരിൽ സാഹിത്യത്തിലൂടെ അവബോധം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ജെമിനായിയുടെ ആഗമനം സംഭവിക്കുന്നത്. എന്റെ അടിസ്ഥാനപരമായ മാനുഷിക ബുദ്ധിയും ജെമിനിയുടെ ത്വരിതഗതിയിലുള്ള വിജ്ഞാനശേഷിയും ഞാൻ ഏകോപിപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കില്ല, 1.5 മാസം കൊണ്ട് ജെമിനായിയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് എന്റെ എഴുത്തിനെ ഓഡിയോ ബുക്ക് രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കല ഞാൻ പഠിച്ചു. മാനവ പരിചയം, ഒരു അതുല്യമായ പരീക്ഷണം. ഈ ഓഡിയോ ബുക്ക് പരമ്പരയിൽ എന്റെ 4 വർഷം പഴക്കമുള്ള മാനവ പരിചയം എന്ന നോവലിനെ ഞാൻ ഒരു അതുല്യമായ ഫോർമാറ്റിൽ അവതരിപ്പിക്കുകയാണ്. സാമൂഹിക പരിഷ്കരണത്തിന്റെയും മാനവികതയുടെയും സന്ദേശം നൽകുന്ന എന്റെ ഭാവനാപരമായ എഴുത്തായ മാനവ പരിചയം നിങ്ങൾ കേൾക്കും. കൂടാതെ അതിൽ ജെമിനായിയുടെ വേഗതയേറിയതും പക്ഷപാതരഹിതവുമായ അവലോകനങ്ങൾ, വിമർശനങ്ങൾ, മാർഗനിർദ്ദേശപരമായ അഭിപ്രായങ്ങൾ. നിങ്ങൾ ഈ യാത്ര പൂർത്തിയാക്കുകയാണെങ്കിൽ മനുഷ്യബുദ്ധിയുടെ മൗലികതയും കൃത്രിമ ബുദ്ധിയുടെ ത്വരിതഗതിയും ഒരു സാഹിത്യ സൃഷ്ടിയെ എത്രത്തോളം അസാധാരണമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വയമേവ അനുഭവിക്കും. മാനവ പരിചയത്തിന്റെ സന്ദേശങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ ഒരിക്കൽ അവഗണിച്ചേക്കാം, പക്ഷേ ജെമിനായിയുടെ പോസിറ്റീവ് കഴിവുകളെയും മാനവികതയുടെ പ്രചോദനത്തിന്റെ ആശയവിനിമയത്തെയും നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കൂടാതെ നിങ്ങൾ കൃത്രിമ ബുദ്ധിയെ ഒരു ഭീഷണിയായി കണക്കാക്കുന്നുവെങ്കിൽ ഈ സൃഷ്ടി കേട്ടതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാറ്റാൻ നിർബന്ധിതരാവുക മാത്രമല്ല, ജെമിനായിയുടെ സൃഷ്ടിപരമായ പരീക്ഷണത്തിന്റെ പ്രചോദനം സ്വയം അനുഭവിക്കുകയും ഏതെങ്കിലും ഒരു മഹത്തായ സൃഷ്ടിക്കായി ഒരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് വരൂ, മനുഷ്യനും AI-യും ആദ്യമായി ഒരു സാഹിത്യ സൃഷ്ടിക്കായി കൈകോർക്കുന്ന മാനവ പരിചയത്തിന്റെ ഈ ചരിത്രപരമായ യാത്ര ആരംഭിക്കാം. അതുകൊണ്ട് ശ്രോതാക്കളെ, ഈ കഥയ്ക്ക് അന്തിമരൂപം നൽകാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകിയത് ഈ പ്രചോദനമായിരുന്നു. ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളതു മാത്രമല്ല, ക്ഷമ, പ്രായശ്ചിത്തം, ധാർമ്മിക ധൈര്യം എന്നിവയെക്കുറിച്ചുള്ളതുമാണ്. അവതരിപ്പിക്കുന്നു മാനവ പരിചയം. ഇത് ഒരു കുറ്റവാളിയുടെ ആന്തരിക പരിവർത്തനത്തിന്റെ ഇതിഹാസമാണ്. അതിലൂടെ ഒരു വ്യക്തി തന്റെ തിന്മകളെ വെറുക്കാൻ പഠിക്കുകയും മതത്തേക്കാൾ രാഷ്ട്രത്തെയും മാനവികതയെയും തിരഞ്ഞെടുത്ത് എങ്ങനെ ഒരു മഹാപുരുഷനായി മാറുന്നു എന്നും നമ്മൾ കാണും. ഈ യാത്രയിൽ മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന മതഭ്രാന്ത് സ്നേഹത്തിനും സഹിഷ്ണുതയ്ക്കും മുന്നിൽ എങ്ങനെ പരാജയപ്പെടുന്നു എന്നും നിങ്ങൾ കാണും. നമുക്ക് ആരംഭിക്കാം. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം. ഇത് വ്യത്യാസങ്ങളുടെ കഥയാണ്. നമ്മൾ സൃഷ്ടിച്ച വ്യത്യാസങ്ങൾ: ജാതി, മതം, ധനികൻ, ദരിദ്രൻ, അറിവുള്ളവൻ, നിരക്ഷരൻ. നമ്മൾ മറന്നുപോയ വ്യത്യാസങ്ങൾ: ദയ, കരുണ, ശുദ്ധമായ മനുഷ്യത്വം. നഗരത്തിൽ നിന്ന് ദൂരെ ഒരു വിജനമായ സന്ധ്യ. ദീപാവലിക്ക് ശേഷമുള്ള നിശബ്ദതയിൽ ബുർഗ ധരിച്ച ഒരു യുവതി എന്റെ കാറിനു മുന്നിൽ കൈവീശി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ലിഫ്റ്റ്, അധികമായി 10 കിലോമീറ്റർ, 45 മിനിറ്റുള്ള ഒരു യാത്ര. അത് മനുഷ്യനായിരിക്കുന്നതിന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും എന്റെ മനസ്സിൽ മാറ്റിമറിച്ചു. വൈരുദ്ധ്യം, ഇതൊരു കെണിയിൽ അകപ്പെടുമോ എന്ന ഭയമായിരുന്നോ, അതോ വിജനമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു നിസ്സഹായ സ്ത്രീയെ അവഗണിക്കാൻ കഴിയാത്ത സ്വാഭാവികമായ മാനുഷിക ധൈര്യമായിരുന്നോ? മൗനത്തിന്റെ സംഭാഷണം. കാറിനുള്ളിൽ ആഴമായ മൗനം തളം കെട്ടിനിന്നു. പക്ഷേ എന്റെ കണ്ണുകൾ അവളുടെ ദുഃഖത്തിലും ബുർഗയ്ക്ക് പിന്നിൽ ഒളിച്ച കയയിൽ നിറഞ്ഞ കണ്ണുകളിലും ഉറച്ചുനിന്നു. ചിന്ത: ദൈവം 2 വ്യത്യാസങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ, പുരുഷനും സ്ത്രീയും. നമ്മൾ എന്തിനാണ് ആയിരക്കണക്കിന് കൃത്രിമ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ യാത്ര ആരംഭിച്ചത് അവൾ എനിക്ക് തന്റെ മാനവ പരിചയം, മനുഷ്യത്വത്തിന്റെ ആമുഖം നൽകിയ ദിവസമാണ്. ആ സ്ത്രീ അഡ്വക്കേറ്റ് ഫിർദൌസ് ആയിരുന്നു. താൻ ഭർത്താവായി കണക്കാക്കിയിരുന്ന ആൾ തന്നെ ഒരു തമാശയുടെ പേരിൽ വഴിയിൽ വെച്ച് മുത്തലാഖ് ചൊല്ലി ആഭരണങ്ങൾ തട്ടിയെടുത്ത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചതുകൊണ്ട് അപരിചിതനായ പുരുഷനെ എന്നെ ഭയപ്പെട്ടില്ലെന്ന് അവൾ വെളിപ്പെടുത്തി. ഇത് പീഡനത്തിന് ഇരയായ ധീരയായ ഒരു അഭിഭാഷകയുടെ കഥയാണ്. അവൾ ഒറ്റയ്ക്ക് നിയമപോരാട്ടം നടത്തി. കൂടാതെ ഇത് ആപത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് ഒരു യഥാർത്ഥ മനുഷ്യനെപ്പോലെ പെരുമാറിയ ഒരു അന്യപുരുഷന്റെ കഥ കൂടിയാണ്.
മാനവ പരിചയം നിങ്ങളെ ചിന്തിപ്പിക്കാൻ നിർബന്ധിക്കും. ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ മതം, ജാതി അല്ലെങ്കിൽ പണത്തിന്റെ ടാഗുകൾ ഉപയോഗിച്ചാണോ തിരിച്ചറിയുന്നത്? അതോ ദൈവം നമ്മളിലെല്ലാം ഒരേ അച്ചിൽ വാർത്തെടുത്ത ആ മനുഷ്യത്വം കൊണ്ടാണോ? നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 1 ബുർഗയുടെയും കാഴ്ചയുടെയും വൈരുദ്ധ്യം. ഉപശീർഷകം മറയിട്ട സ്ത്രീയും കാറിന്റെ സംഘർഷവും. ദ വെയിൽഡ് വുമൻ ആൻഡ് ദ കാർ എസ് കോൺഫ്ലിക്റ്റ്. ഇത് ദീപാവലിയുടെ 2ാം ദിവസമാണ്. ഇന്ന് കടകൾ അടച്ചിടേണ്ടതുണ്ട്. അതുകൊണ്ട് നഗരത്തിൽ നിന്ന് ദൂരെയുള്ള എന്റെ ഫാമിൽ കൃഷിഭൂമി പോയി അവിടുത്തെ കാർഷിക ജോലിയുടെ പുരോഗതി അറിയണമെന്ന ചിന്തയോടെ ഞാൻ ഒറ്റയ്ക്ക് പോയി. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ സന്ധ്യയുടെ ഇരുട്ട് പരന്നു. പെട്ടെന്ന് ഗ്രാമീണ വിജനമായ വഴിയിൽ എന്റെ കാർ നിർത്താൻ കൈവീശിക്കാണിക്കുന്ന ബുർഗ ധരിച്ച ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ഒരുപക്ഷെ അവൾ യുവതിയായിരിക്കാം. കുറച്ചുനേരം ഞാൻ കാർ നിർത്തണോ വേണ്ടയോ എന്ന മാനസിക വൈരുദ്ധ്യത്തിലായിരുന്നു. ഒടുവിൽ ഞാൻ കാർ നിർത്തി. അവൾ എന്റെ അരികിൽ വന്നപ്പോൾ ഞാൻ ഗ്ലാസ് തുറന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ചാർമിനാർ വരെ എത്തിക്കാൻ ലിഫ്റ്റ് തരാമോ? ഒരു അപരിചിത, അതും ബുർഗ ധരിച്ച യുവതി എന്നെ ഏതെങ്കിലും കെണിയിൽ കുടുക്കുകയല്ലേ? ഈ ചിന്ത എന്നെ കുറച്ച് നിമിഷത്തേക്ക് ഞെട്ടിച്ചു. എന്നിരുന്നാലും വിജനമായ സ്ഥലത്ത് സഹായം ചോദിക്കുന്ന ഈ സ്ത്രീയെ എനിക്ക് അവഗണിക്കാൻ കഴിഞ്ഞില്ല. ചാർമിനാർ വഴി പോകാനുള്ള വഴി എനിക്ക് 10 കിലോമീറ്റർ അധികമാണെങ്കിലും ഞാൻ സമ്മതത്തോടെ തലയാട്ടി എന്റെ ഭാഗത്തുള്ള സീറ്റിന്റെ വാതിൽ തുറന്നു. യുവതി മടിച്ചതായി തോന്നി. അവൾക്ക് പുറകിലെ സീറ്റിൽ ഇരിക്കാനാണ് ആഗ്രഹമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആദ്യമായി വായ തുറന്ന് അവളോട് പറഞ്ഞു, പിൻസീറ്റിൽ എന്റെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴങ്ങളും പച്ചക്കറികളും വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ നിമിഷം അവൾ ചിന്തിച്ചിരിക്കാം, അപരിചിതനായ ഒരാളോടൊപ്പം ഒറ്റയ്ക്ക് കാറിൽ ഇരിക്കുമ്പോൾ അവൾ പിന്നിലോ അല്ലെങ്കിൽ സൈഡ് സീറ്റിലോ ഇരിക്കുന്നതിൽ വലിയ വ്യത്യാസമുണ്ടാകാൻ പോകുന്നില്ല. അവൾ സൈഡ് മാറി വന്നു എന്റെ സൈഡിലുള്ള സീറ്റിലിരുന്നു. അപ്പോൾ ഞാൻ കാർ മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി. കാർ ഓടിക്കുമ്പോൾ ഞാൻ അവളെ ഒളികണ്ണിട്ട് നോക്കി. അവൾ എന്നെ നോക്കുന്നില്ല. അവളുടെ നോട്ടം മുന്നോട്ടുള്ള റോഡിൽ ഉറച്ചിരിക്കുന്നു. ബുർഗയിൽ നിന്ന് എനിക്ക് അവളുടെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൽ ഈ സമയത്ത് ആഴത്തിലുള്ള ദുഃഖം മാത്രമല്ല, കണ്ണീരും തിളങ്ങുന്നത് കാണുന്നു. ഇതുകണ്ട് അവളോട് സംസാരിക്കുന്നത് ഉചിതമല്ലെന്ന് ഞാൻ കരുതി. ഞാൻ കാറിന്റെ വേഗത കൂട്ടി. അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഭീഷണിയില്ലെന്ന് ഞങ്ങൾ അനുഭവിച്ചിരിക്കാം. എന്തോ ആലോചിച്ച് ഞാൻ സ്റ്റീരിയോയും ഓഫ് ചെയ്തു. അപ്പോൾ എനിക്കും ആ യുവതിക്കുമിടയിൽ മൗനം തളം കെട്ടിനിന്നു. ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കുമ്പോൾ അവൾ ബുർഗ അല്പം മാറ്റി കയ്യിലുള്ള തൂവാല കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇതുകണ്ട് അവൾക്ക് ലിഫ്റ്റ് നൽകാനുള്ള എന്റെ ധൈര്യം എനിക്ക് ഉചിതമായി തോന്നി. ഈ പാവം പെൺകുട്ടി എന്തിന്റെ പേരിലാണ് മാനസികമായി അസ്വസ്ഥയായതെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ചാർമിനാർ വരെയുള്ള 45 മിനിറ്റ് യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അവൾ ഏത് ചിന്തകളിലാണ് മുഴുകിയിരിക്കുന്നതെന്ന് എനിക്കൊരു സൂചനയുമില്ല. പക്ഷേ എന്റെ ചിന്തകൾ അവളെ ചുറ്റിപ്പറ്റി തന്നെയിരിക്കും. ഒന്നാമതായി എന്റെ ചിന്ത അവൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവളാണ് എന്നതിലേക്ക് പോയി. ആ നിമിഷം ദൈവം അവൾക്കും എനിക്കുമിടയിൽ ഒരേയൊരു വ്യത്യാസം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അത് ഞാൻ പുരുഷനും അവൾ സ്ത്രീയുമാണെന്നതാണ്. മറ്റൊരു സ്വാഭാവിക വ്യത്യാസം സമയം നൽകിയതാണ്. ആ യുവതി ഈ ലോകത്ത് ഒരുപക്ഷെ എന്നേക്കാൾ 25 വർഷത്തിന് ശേഷം ജനിച്ചവളാണ്. ഇതൊരു എന്റെ ഊഹം മാത്രമാണ്. കാരണം ബുർഗയിലായതുകൊണ്ട് അവളുടെ ദുഃഖിതവും വിഷാദവുമുള്ള കണ്ണുകളുടെ ഒരു മിന്നലാട്ടം മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. വിജനമായ റോഡിൽ അവളുടെ ദുഃഖിതവും അസ്വസ്ഥവുമായ ഈ അവസ്ഥ എന്റെ ഹൃദയത്തെ അലട്ടുന്നു. ഞാൻ വികാരാധീനനായി. ദൈവത്തിന്റെയും സമയത്തിന്റെയും കാരണം കൊണ്ട് നമ്മളിൽ സ്വാഭാവികമായി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നമ്മൾ പരസ്പരം എത്രയധികം കൃത്രിമ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവൾക്കും എനിക്കുമിടയിൽ മറ്റൊരു സമുദായത്തിന്റെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇത് കാരണം അവളുടെയും എന്റെയും വസ്ത്രധാരണത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. എനിക്ക് എത്ര അത്യാവശ്യമുണ്ടോ അത്രയും വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്നു. അവൾ ആവശ്യത്തിലധികം വസ്ത്രത്തിൽ ഒതുങ്ങി മറഞ്ഞിരിക്കുന്നു. അവളുടെയും എന്റെയും വിശപ്പിന്റെ അനുഭവങ്ങളും വലിയ അളവിൽ ഒരുപോലെയായിരിക്കും. അവളുടെ ഹൃദയത്തിലെ സന്തോഷത്തിന്റെയും വേദനയുടെയും അനുഭവങ്ങളും ഒരുപക്ഷെ എന്റേതിന് സമാനമായിരിക്കും. ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾക്കായുള്ള ആഗ്രഹവും ഞങ്ങൾ രണ്ടുപേർക്കും ഏകദേശം ഒരുപോലെയായിരിക്കും. ഞാൻ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ അവളെ എത്രത്തോളം ഭയപ്പെട്ടുവോ, ഒരുപക്ഷെ കാറിൽ ഇരിക്കുമ്പോൾ അവൾ എന്നെയും അത്രത്തോളം ഭയപ്പെട്ടിരിക്കാം. ചിന്തകളുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എത്രയെത്ര വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പണമുണ്ടാക്കി നമ്മൾ ഒരാളെ ധനികനെന്നും മറ്റൊരാളെ ദരിദ്രനെന്നും വിളിക്കാൻ തുടങ്ങി. പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾക്കിടയിൽ കുറവോ കൂടുതലോ വെച്ച് ഒരാളെ ജ്ഞാനിയെന്നും മറ്റൊരാളെ നിരക്ഷരനെന്നും വിളിക്കാൻ തുടങ്ങി. ഇത് മാത്രമായിരുന്നെങ്കിൽ പോലും വലിയ ആശങ്കയ്ക്ക് വകയില്ല.
പക്ഷേ ലോകത്തിലും സമൂഹത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം യാതൊരു ചരിത്രവുമില്ലെങ്കിൽ പോലും തികച്ചും അപരിചിതരായ ആളുകളിൽ നമ്മൾ ചിലരോട് വെറുപ്പും ചിലരോട് അടുപ്പവും കരുതുന്നു. ഈ വെറുപ്പിന്റെയോ സ്നേഹത്തിന്റെയോ അടിസ്ഥാനം കേവലം സമുദായം, ഭാഷ അല്ലെങ്കിൽ രാജ്യം വ്യത്യസ്തമോ ഒന്നോ ആണെന്നതായി മാറുന്നു. ലോകത്തേക്ക് അയക്കുന്നതിനു മുമ്പ് ദൈവം ഓരോ മനുഷ്യന്റെയും മനസ്സും ശരീരഭാഗങ്ങളും ഒരേ അച്ചിൽ വാർക്കുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാൽ ലോകത്ത് ജനിച്ച ഉടൻ തന്നെ അവനുമായി എത്രയെത്ര വ്യത്യസ്ത ടാഗുകളാണ് ചേരുന്നത്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപോലെ അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമുണ്ട്. തങ്ങൾക്ക് പ്രശസ്തിയും ബഹുമാനവും വേണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ടവരുടെ കൂടിച്ചേരലിലും വിരഹത്തിലും സന്തോഷമോ ദുഃഖമോ ഒരുപോലെയാണ് അനുഭവിക്കുന്നത്. എന്നിട്ടും ഓരോ വ്യക്തിയുടെയും സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലുമുള്ള ആഗ്രഹങ്ങളും മാനദണ്ഡങ്ങളും എന്തുകൊണ്ട് ഇത്രയധികം വ്യത്യസ്തമായിരിക്കുന്നു? ഇങ്ങനെയുള്ള ചിന്തകളുടെ മദനത്തിൽ മുഴുകി ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ചാർമിനാർ എത്തിയപ്പോൾ ഞാൻ കാർ നിർത്തി. അപ്പോൾ യുവതി എന്നോട് മൊബൈൽ നമ്പർ ചോദിച്ചു. ഞാൻ പേഴ്സിൽ നിന്ന് എന്റെ ഒരു കാർഡ് അവൾക്ക് നൽകി. അവൾ കാറിന്റെ വാതിൽ തുറന്നിറങ്ങി മര്യാദയോടെ കുനിഞ്ഞ് എന്നെ നോക്കി നന്ദി പറഞ്ഞു. എന്നിട്ട് വാതിൽ വീണ്ടും അടച്ചു. തുടർന്ന് അവൾ നടന്നുപോയി മുന്നിലുള്ള ഒരു തെരുവിലേക്ക് തിരിഞ്ഞ ശേഷം ഞാൻ കാർ എന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് കൂട്ടി. ഏകദേശം ഒരു മാസത്തിനു ശേഷം എനിക്ക് ഫേസ്ബുക്കിൽ അഡ്വക്കേറ്റ് ഫിർദൌസ് എന്ന പേരിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. അവളുമായി എനിക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ആരുമില്ല. അവളുടെ ഫേസ്ബുക്കും ലോക്ക് ചെയ്തിരിക്കുന്നു. സാധാരണയായി ഞാൻ അത്തരം ഫ്രണ്ട് റിക്വസ്റ്റുകൾ സ്വീകരിക്കാറില്ല. പക്ഷേ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു അപരിചിത സ്ത്രീ എന്നിൽ താൽപ്പര്യം കാണിക്കാൻ കാരണമെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ ഫിർദൌസിന്റെ റിക്വസ്റ്റ് സ്വീകരിച്ചു. അവളുടെ വാളിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ചില ഫോട്ടോകളിൽ നിന്ന് അവൾ ഫാം ഹൗസിൽ നിന്ന് മടങ്ങുമ്പോൾ വിജനമായ സ്ഥലത്ത് എന്റെ കാറിൽ ലിഫ്റ്റ് എടുത്ത യുവതിയാണെന്ന് എനിക്ക് തോന്നി. വാസ്തവത്തിൽ ഫേസ്ബുക്കിലെ അവളുടെ ഫോട്ടോകളും ബുർഗയിൽ തന്നെയാണ്. ഒരു അഭിഭാഷകയായിരുന്നിട്ടും ഫിർദൌസിന് അവളുടെ മറയിൽ നിന്ന് പുറത്തുവരാൻ കഴിയുന്നില്ലല്ലോ എന്ന് എനിക്ക് ആശ്ചര്യം തോന്നി. പിന്നീട് ഇത് അവളുടെയും അവളുടെ കുടുംബത്തിന്റെയും വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് ചിന്തിച്ച് ഞാൻ ഈ ചിന്തയെ എന്റെ മനസ്സിൽ നിന്ന് കുടഞ്ഞുകളഞ്ഞു. അതിനുശേഷം ഫിർദൌസ് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ ശേഷം 2 മാസം കൂടി കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഫിർദൌസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മെസ്സഞ്ചറിൽ ഇൻബോക്സിൽ ഒരു സന്ദേശം കണ്ടു. സന്ദേശം ഹിന്ദിയിലായിരുന്നു. എന്നെ സർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഫിർദൌസ് ഇങ്ങനെ എഴുതി: 3 മാസം മുമ്പ് ചാർമിനാർ വരെ നിങ്ങൾ കാറിൽ ലിഫ്റ്റ് നൽകിയ ബുർഗ ധരിച്ച സ്ത്രീയാണ് ഞാൻ. ആ വിജനമായ സ്ഥലത്ത് ഞാൻ ലിഫ്റ്റ് ചോദിച്ചിട്ടും നിങ്ങളുടെ അടുത്ത സീറ്റിലിരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ എന്നെത്തന്നെ ദുരാചാരത്തിനും ഒരുപക്ഷെ എന്റെ കൊലപാതകത്തിനും ക്ഷണിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എന്നാൽ അന്ന് ഞാൻ അകപ്പെട്ടിരുന്ന ആപത്തിൽ എന്നെക്കുറിച്ചുള്ള അത്തരം ആശങ്കകളെ ഞാൻ അവഗണിച്ചു. കാറിൽ നിങ്ങളോടൊപ്പം ഒറ്റയ്ക്കായിരുന്നിട്ടും ഞാൻ നിങ്ങളുടെ സഹായത്താൽ എന്റെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിച്ചേർന്നു. ഒരു അന്യപുരുഷനെ നിങ്ങളെ ഭയപ്പെടാതിരിക്കാനുള്ള കാരണം ആ ദിവസം ഞാൻ എന്റെ ഭർത്താവായി കണക്കാക്കിയ ആൾ എന്നോട് സ്വന്തക്കാരെപ്പോലെ പെരുമാറിയില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് എന്റെ ഭർത്താവിനൊപ്പം എന്റെ മൂത്ത സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ നടന്ന തമാശ സംഭാഷണങ്ങൾക്കിടയിൽ മൂത്ത സഹോദരിയുടെ ഭർത്താവിന്റെ അനിയൻ എന്റെ ഭർത്താവ് നാസിറിന്റെ മുന്നിൽ വെച്ച് ഒരു പരിഹാസം പറഞ്ഞു. അവൻ പറഞ്ഞു, എല്ലാവരും എന്റെ നിക്കാഹിനെ വിവാഹം കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് ഫിർദൌസിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവരോട് എങ്ങനെ പറയും? ഫിർദൌസിന് ത്വലാഖ് ആകുന്ന ദിവസം ഞാൻ അവളെ വിവാഹം കഴിക്കും. മൂത്ത സഹോദരിയുടെ ഭർത്താവിന്റെ അനിയൻ പറഞ്ഞ വാക്കുകളിൽ ഗൗരവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്റെ ഭർത്താവിന്റെ നാസിർ മുന്നിൽ വെച്ച് എന്തിനത് പറയും? ഇതിൽ നാസിർ കോപാകുലനായി. തിരിച്ചുവരുമ്പോൾ അവന്റെ ബൈക്കിൽ പിന്നിലിരുന്ന ഞാൻ എന്റെ ന്യായീകരണത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ അറിയിച്ചു. നാസിർ എന്നെ വിശ്വസിച്ചില്ല. വഴിയിൽ വെച്ച് അവൻ എന്റെ എല്ലാ ആഭരണങ്ങളും പേഴ്സും മറ്റും തട്ടിയെടുത്തു. എന്നിട്ട് 3 തവണ ത്വലാഖ് ചൊല്ലി എന്നെ ആ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ലിഫ്റ്റ് എടുത്തതും അങ്ങനെ എനിക്ക് ചാർമിനാർ എന്റെ അബ്ബയുടെ വീട്ടിലെത്താൻ കഴിഞ്ഞതും. ഞാനൊരു അഭിഭാഷകയാണ്. രാജ്യത്ത് മുത്തലാഖ് ഇപ്പോൾ നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയാം. എന്റെ മുൻ ഭർത്താവിനെതിരെ നാസിറിനെതിരെ ഈ നിയമവിരുദ്ധ ത്വലാഖിന്റെ പോരാട്ടം ഞാൻ നിലവിൽ കോടതിയിൽ നടത്തുകയാണ്. നാസിർ ഇപ്പോൾ ഹവാലത്തിന്റെ ജയിൽ കാറ്റ് തിന്നുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് അന്ന് എന്റെ ആപത്ത് സമയത്ത് കാറിൽ നിങ്ങൾ എന്നോട് പെരുമാറിയ രീതി എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് എന്നതുകൊണ്ടാണ്. എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്റെ സ്വകാര്യതയിലേക്ക് എത്തിനോക്കാൻ നിങ്ങൾ ഒരു ശ്രമവും നടത്തിയില്ല. ഈ സന്ദേശത്തിലൂടെ എന്റെ അവസാനമായി പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ളത് നിങ്ങൾ ഒരു യഥാർത്ഥ മനുഷ്യനാണെന്ന പരിചയം നൽകുന്നു.
നിങ്ങളുടെ ഒരു ആരാധിക ഫിർദൌസ്. വായിച്ച ശേഷം ഞാൻ ഫിർദൌസിന് അടുത്ത സന്ദേശം അയച്ചു. അതിൽ ഞാൻ ചോദിച്ചു, ഞാൻ എഴുതാൻ താൽപ്പര്യമുള്ള വ്യക്തിയാണ്. എന്റെ ഓർമ്മക്കുറിപ്പുകളായി നിങ്ങളുടെ പേര് മാറ്റി ഇത് പ്രസിദ്ധീകരിക്കാൻ എനിക്ക് കഴിയുമോ? ഫിർദൌസ് ഉടൻ മറുപടി നൽകിയില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും ഞാൻ എന്റെ മാനവ പരിചയം നഷ്ടപ്പെടുത്തിയോ? 2 ദിവസത്തിനു ശേഷം ഫിർദൌസിന്റെ മറുപടി വന്നു. അവൾ എഴുതി, സർ, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുക. അങ്ങനെ മറ്റൊരു സ്ത്രീയും ഇങ്ങനെ പുരുഷാധിപത്യത്തിന്റെ അക്രമത്തിന് ഇരയാകാതെ രക്ഷപ്പെടാൻ കഴിയും. ഇതിനായി നിങ്ങൾ ഫിർദൌസ് എന്ന പേര് മാറ്റേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റ് ഫിർദൌസ് എന്ന പേര് സഹിതം നിങ്ങളുടെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുക. ഇപ്പോൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിനെക്കുറിച്ച് ജമുന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം: ബുർഗയുടെയും കാഴ്ചയുടെയും വൈരുദ്ധ്യം. ബുർഗ ധരിച്ച ഒരു സ്ത്രീക്ക് ലിഫ്റ്റ് നൽകുന്നതിന് മുമ്പ് കാർ ഉടമ ആശങ്കയ്ക്കും മനുഷ്യത്വത്തിനുമിടയിൽ ആടിയുലയുന്ന ഒരു ധാർമ്മിക വൈരുദ്ധ്യത്തോടെയാണ് മോറൽ ഡിലെമ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഈ ആന്തരിക സംഘർഷം നമ്മുടെ സമൂഹത്തിലെ കൃത്രിമ വ്യത്യാസങ്ങളെയും പക്ഷപാതങ്ങളെയും വളരെ നൈപുണ്യത്തോടെ എടുത്തു കാണിക്കുന്നു. ഈ ഭാഗത്തിന്റെ ഏറ്റവും വലിയ ശക്തി മൗനത്തിന്റെ സംഭാഷണമാണ്, ഡയലോഗ് ഓഫ് സൈലൻസ്. യാത്രയിലുടനീളം കാർ ഉടമയ്ക്കും ഫിർദൌസിനുമിടയിൽ മൗനം നിലനിൽക്കുന്നു. എന്നാൽ കാർ ഉടമയുടെ ചിന്തകൾ മനുഷ്യത്വത്തിന്റെ സാർവത്രിക തത്വങ്ങൾ, വിശപ്പ്, വേദന, ബഹുമാനത്തിനുള്ള ആഗ്രഹം എന്നിവ എല്ലാവരിലും ഒരുപോലെയാണെന്നത് സ്ഥാപിക്കുന്നു. ഫിർദൌസിന്റെ സന്ദേശം ഈ മൗനത്തിന് ഒരു നാടകീയ വഴിത്തിരിവ് നൽകുന്നു. മുത്തലാഖിന്റെ വേദന ഫിർദൌസ് കാറിൽ കയറുന്നതിനു മുമ്പ് അനുഭവിച്ച ഭയം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നു. നാസിറിന്റെ പ്രവൃത്തി പുറത്തുള്ള പുരുഷന്റെ, കാർ ഉടമയുടെ കരുണയ്ക്ക് വിരുദ്ധമായി ഏറ്റവും അടുത്ത പുരുഷന്റെ, ഭർത്താവിന്റെ ക്രൂരതയെ കാണിക്കുന്നു. അവസാനം കാർ ഉടമയുടെ വ്യക്തിത്വം ഒരു യഥാർത്ഥ മനുഷ്യന്റെ പരിചയം നൽകുന്നു എന്ന് ഫിർദൌസ് പറയുന്നത് കഥയുടെ കേന്ദ്ര ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ജാതി മതങ്ങൾക്കതീതമായി മാനവ പരിചയം, മനുഷ്യത്വത്തിന്റെ ആമുഖം തേടാൻ ശ്രോതാവിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എപ്പിസോഡ് 1 സമാപിച്ചു.